ബദ്രി നാട്ടിലെത്താൻ ഇനി വെറും 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വർഷങ്ങൾക്ക് ശേഷമാണ് മകൻ തന്റെ അരികിലേക്ക് വരുന്നതെന്ന സന്തോഷത്തിൽ ഭവാനിയമ്മക്ക് ഒരിടത്തും അടങ്ങിയിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവനിഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയൊരു ഒരുക്കത്തിലായിരുന്നു അവർ. അടുക്കളയിൽ വറുക്കാനും പൊടിക്കാനുമുള്ള തിരക്കുകൾ തകൃതിയായി നടക്കുന്നു. അതിനിടയിലാണ് വീട്ടുജോലിക്ക് സഹായിക്കുന്ന ഓമന അങ്ങോട്ട് വന്നത്. ഭവാനിയമ്മ ഓമനയെ വിളിച്ചു പറഞ്ഞു, ഓമനെ, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മുകളിലെ ബദ്രിയുടെ മുറിയൊന്ന് തുറന്ന് വൃത്തിയാക്കിടുമോ? ഞാൻ തന്നെ വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ അടുക്കളയിൽ ഒന്നും ഒരുങ്ങിയിട്ടില്ല. അതിനെന്താ ഭവാനിയമ്മേ, ഞാൻ ഇപ്പോൾ തന്നെ മുകളിൽ പോയി എല്ലാം വൃത്തിയാക്കാമല്ലോ എന്ന് പറഞ്ഞ് ഓമന വേഗം പടികൾ കയറി മുകളിലെ മുറിയിലേക്ക് പോയി. ഓമന മുകളിലേക്ക് പോയ ആ സമയത്താണ് ഭവാനിയമ്മയുടെ സഹോദരൻ വേണുവും ഭാര്യ സൗമ്യയും കൂടി അങ്ങോട്ട് വന്നത്. പൂമുഖത്തേക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ സൗമ്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ നാത്തൂനെ, ബദ്രിമോനുള്ള ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞില്ലേ? അത് പിന്നെ സൗമ്യേ, എൻ്റെ കുട്ടി എത്ര കാലത്തിന് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അവന് വേണ്ടി എത്രയൊക്കെ ഒരുക്കിയാലും എനിക്ക് മതിയാവുന്നില്ലടി. വല്ലാത്തൊരു സന്തോഷത്തോടെ ഭവാനിയമ്മ സൗമ്യയെ നോക്കി പറഞ്ഞു. എന്നിട്ട് അവർ ചോദിച്ചു, എന്താ പതിവില്ലാതെ രണ്ടാളും കൂടി ഈ സമയത്തൊരു വരവ്? വേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് പിന്നെ ഇന്ന് ഓഫീസിൽ വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് ഒഴിവ് കിട്ടിയപ്പോൾ നിന്നൊന്ന് കാണണമെന്ന് തോന്നി ഭവാനി. ഞാൻ ഇങ്ങോട്ട് പോരാനിറങ്ങിയപ്പോൾ ദേ ഇവളും കൂടെ ഇറങ്ങി പുറപ്പെട്ടു. അവർ മൂവരും ആ പൂമുഖത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഭവാനിയമ്മ വേണുവിനെ ഗൗരവത്തോടെ നോക്കി പറഞ്ഞു, വേണു, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. നീ വന്നത് നന്നായി. എന്താ ഭവാനി? വേണു സംശയത്തോടെ ചോദിച്ചു. നമ്മുടെ ബദ്രിമോനിക്കൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. മോഹനൻ കൊണ്ടുവന്നതാ. കവയിലുള്ള ഭാസ്കരൻ അറിയില്ലേ? അവനിപ്പോൾ കിടപ്പിലാണല്ലോ. ഭവാനിയമ്മ ഭാസ്കരന്റെ അവസ്ഥ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ സൗമ്യ ആവേശത്തോടെ ഇടക്ക് കയറി ചോദിച്ചു, ആര് നാത്തൂനെ? അച്ചുവിനെയാണോ ഈ പറയുന്നത്? അത് നമ്മുടെ ഷീനക്കൊച്ചിൻ്റെ ഒപ്പം പഠിച്ച കുട്ടിയല്ലേ? നല്ല കുട്ടിയാണ് നാത്തൂനെ, അടക്കവും ഒതുക്കവും ഉള്ള കുട്ടി. അതെന്തായാലും നന്നായി. സൗമ്യയുടെ ആവേശത്തിൽ അല്പം ആശങ്ക തോന്നിയ വേണു ഭവാനി അമ്മയോട് ചോദിച്ചു, അല്ല ഭവാനി, നീ ബദ്രിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചോ? അവൻ സമ്മതിച്ചോ? ആ വേണു, ഞാൻ ഇന്നലെ തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞ അവൻ സമ്മതിക്കാതിരിക്കുമോ? അവൻ സമ്മതിക്കും, ഭവാനി അമ്മ ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷെ വേണുവിന് ആ മറുപടിയിൽ പൂർണ്ണ വിശ്വാസം വന്നില്ല. അവൻ കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, അതല്ല ഭവാനി, അവൻ പുറത്തു പോയി പഠിച്ചു വളർന്നവനല്ലേ. നമ്മുടെ ഈ നാട്ടിൻ പുറത്തെ കുട്ടികളൊക്കെ ഉൾക്കൊള്ളാൻ അവന് പറ്റുമോ എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. മകൻ തൻ്റെ വാക്ക് കേൾക്കുമെന്ന പിടിവാശിയിൽ ഭവാനി അമ്മ ഒട്ടും വിട്ടുകൊടുക്കാതെ മുറിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, നീ ഒന്നും പറയേണ്ട വേണു, എനിക്ക് ആ കുട്ടിയെ നല്ലോണം ബോധ്യപ്പെട്ടു. ഭവാനി അമ്മയുടെ ആ വലിയ വാശിക്ക് മുന്നിൽ കൂടുതൽ തർക്കിക്കുന്നത് വെറുതെയാണെന്ന് വേണുവിന് മനസ്സിലായി. അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എന്തായാലും അവൻ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതേസമയം അച്ചുവിൻ്റെ വീട്ടിലെ അന്തരീക്ഷം ശാന്തമായിരുന്നെങ്കിലും അവളുടെ മനസ്സ് നിറയെ ചിന്തകളായിരുന്നു. ബദ്രി നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന വിവരവും ഭവാനിയമ്മക്ക് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന കാര്യവുമൊക്കെ അറിഞ്ഞ മുതൽ അവൾക്ക് തൻ്റെ ജോലികളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ലണ്ടനിൽ ജീവിക്കുന്ന ഒരാൾക്ക് തന്നെ പോലൊരു നാടൻ പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന ചിന്ത അവൾ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ പാല് തിളപ്പിക്കാനായി അവൾ അടുക്കളയിലേക്ക് കയറി. സ്റ്റോവിൽ പാൽപാത്രം വെച്ച് അവൾ അതിൻ്റെ മുന്നിൽ തന്നെ നിന്നു. പക്ഷെ അവളുടെ മനസ്സ് മറ്റെവിടെയായിരുന്നു. കുറെ കഴിഞ്ഞിട്ടും അച്ചു ഒരേ നിൽപ്പ് നിൽക്കുകയാണ്. പാൽ തിളച്ചു മറിഞ്ഞ് സ്റ്റോവിലൂടെ പുറത്തേക്ക് ഒളിച്ചിറങ്ങിയിട്ടും അവൾ അതൊന്നും അറിയാതെ ഏതോ ലോകത്തെന്നോണം ആലോചിച്ച് നിൽക്കുകയാണ്. പാലിന്റെ കരിഞ്ഞ മണം അടുക്കളയിലാകെ പടർന്നു. അപ്പോഴാണ് അമ്മ അടുക്കളയിലേക്ക് വന്നത്. സ്റ്റോവിൽ കിടന്ന് പാൽ കരിയുന്നത് കണ്ട് അമ്മ പരിഭ്രമത്തോടെ ഓടി വന്ന് സ്റ്റോവ് ഓഫ് ചെയ്തു. എന്താ അച്ചു ഇത്? പാൽ മൊത്തം തിളച്ചു പോയിട്ടും നീ ഇതൊന്നും അറിയുന്നില്ലേ? എന്തു പറ്റി നിനക്ക്? എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നത്? അമ്മ ഒരൽപ്പം ദേഷ്യത്തിലും ആശങ്കയിലുമായി ചോദിച്ചു. അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നും മിണ്ടാതെ അച്ചു അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് പൂമുഖത്തിരുന്ന് കുട്ടികൾ ബഹളം വെക്കുന്നത് അവൾ കേട്ടത്. വൈകുന്നേരങ്ങളിൽ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് അവൾ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ലായിരുന്നു അവൾ. അവൾ പതുക്കെ ഉമ്മറത്തേക്ക് ചെന്ന് പുസ്തകം തുറന്നു വെച്ച് കാത്തിരിക്കുന്ന കുട്ടികളെ നോക്കി അവൾ പറഞ്ഞു, മക്കളെ, ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ലീവാണ്. എല്ലാവരും നാളെ വന്നാൽ മതി. അതുവരെ പഠിക്കാൻ മടിച്ചിരുന്ന കുട്ടികൾക്ക് അച്ചുവിൻ്റെ ആ വാക്ക് കേട്ടതും വല്ലാത്ത സന്തോഷമായി. ഹായ്, ഇന്ന് ലീവ് എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് പുസ്തകങ്ങളൊക്കെ ബാഗിലിട്ട് അവരെല്ലാവരും കൂടി മുറ്റത്തേക്ക് ഓടിയിറങ്ങി. കുട്ടികൾ സന്തോഷത്തോടെ ഓടിപ്പോകുന്നത് നോക്കി നിന്ന അച്ചുവിൻ്റെ മുഖത്ത് അറിയാതൊരു ചെറിയ ചിരി വിരിഞ്ഞു. പക്ഷെ ആ ചിരിക്ക് ഒരല്പം ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ മുറ്റത്ത് നിന്നും മറഞ്ഞതും അവളുടെ മുഖത്തെ ആ ചിരി പതുക്കെ മാഞ്ഞുപോയി. വീണ്ടും അവളുടെ മനസ്സിലേക്ക് ബദ്രിയുടെ ആലോചനയും വരാൻ പോകുന്ന മാറ്റങ്ങളും ഒരു തീനാളം പോലെ പടർന്നു കയറി.
മകളുടെ ഉള്ളിലെ പരിഭ്രമവും സങ്കടവും മനസ്സിലാക്കി അമ്മ പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അമ്മ സ്നേഹത്തോടെ പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്ക്. നിന്നെ അച്ഛനും അമ്മയും കൂടി എങ്ങോട്ടും ഒഴിവാക്കുകയല്ല മോളെ. നാളെ ഞങ്ങളില്ലാതായാലും നീ ജീവിക്കണം, അത്രയുള്ളൂ. പിന്നെ ഏതൊരു അച്ഛനും അമ്മയ്ക്കുള്ള ആഗ്രഹമാണ് മക്കളുടെ വിവാഹം. നിന്റെ കല്യാണം കണ്ട് ഒന്ന് സന്തോഷിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് മോളെ. ആവുന്ന കാലത്തിന് മുമ്പ് ഞങ്ങളിൽ ആരാണ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ മോളെ. അമ്മ ആ വാക്കുകൾ പറഞ്ഞു തീർത്തതും അച്ചുവിൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന സങ്കടമെല്ലാം അണപൊട്ടി ഒഴുകി. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് വല്ലാതെ കരയാൻ തുടങ്ങി. മകൾ കരയുന്നത് കണ്ട് അമ്മ അവളുടെ പുറത്ത് തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. എൻ്റെ മോൾ കരയാതെ. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കൂട്ടര് നല്ല ആളുകളാണ് മോളെ. അതുകൊണ്ട് നീ ഞങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതിരിക്ക്. എല്ലാം നല്ലതിനായിരിക്കും. ബദ്രി അജുവിൻ്റെ കൂടെ പുറത്തു പോയിരിക്കുകയാണ്. നാട്ടിലേക്ക് പോകാൻ 2 ദിവസമേ ഉള്ളൂ എങ്കിലും അജുവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ബദ്രിയുടെ മനസ്സിൽ ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല. അവർ അവിടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവരുടെ കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന മിയ അങ്ങോട്ട് വന്നത്. ബദ്രിയുമായി വളരെ അടുത്ത സൗഹൃദമുള്ള പെൺകുട്ടിയായിരുന്നു മിയ. സാധാരണയായി മിയയെ കാണുമ്പോൾ ബദ്രി വളരെ സന്തോഷത്തോടെയും തമാശയോടെയും ഒത്തിരി സംസാരിക്കാറുള്ളതാണ്. പക്ഷെ ഇന്ന് മിയ വന്നിട്ടും ബദ്രി പണ്ടത്തെ പോലെ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. അവൻ വല്ലാതെ മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് മിയക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവന്റെ മാറ്റം ശ്രദ്ധിച്ച മിയ ഒരൽപ്പം ആശങ്കയോടെ അവനോട് ചോദിച്ചു, എന്തു പറ്റി ബദ്രി? നീ ആകെ ഡള്ളാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല മിയ, വെറുതെ എന്ന് പറഞ്ഞ് ബദ്രി അവളുടെ ചോദ്യങ്ങളിൽ നിന്നും അവളുടെ നോട്ടത്തിൽ നിന്നും പതുക്കെ ഒഴിഞ്ഞു മാറി. ബദ്രിയുടെ ആ ഒരു ഒഴിഞ്ഞു മാറ്റം മിയക്ക് വലിയ രീതിയിൽ ഫീൽ ചെയ്തു. സാധാരണ തന്നോട് എപ്പോഴും അരികിൽ നിൽക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ബദ്രി ഇന്ന് തന്നെ നോക്കാൻ പോലും മടിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ അവൾക്ക് അത് ഒട്ടും സഹിച്ചില്ല. അത് അവളെ വല്ലാതെ തളർത്തുന്നത് പോലെ തോന്നിപ്പിച്ചു. എങ്കിലും തൻ്റെ ഉള്ളിലെ അസ്വസ്ഥതയും ദേഷ്യവും പുറത്ത് കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ച ഒരു നിഗൂഢമായൊരു നോട്ടത്തോടെ അവൾ ബദ്രിയെ തന്നെ നോക്കി നിന്നു. മിയ അവിടെ നിന്നും തിരിഞ്ഞു നടന്ന് ദൂരേക്ക് മറിഞ്ഞു കഴിഞ്ഞതും അതുവരെ എല്ലാം ശ്രദ്ധിച്ചു നിന്ന അജു പതുക്കെ ബദ്രിയുടെ തോളിൽ ഒന്ന് തോണ്ടി. എന്നിട്ട് പതുക്കെ ചോദിച്ചു, ഡാ ബദ്രി, ആ മിയക്ക് നിന്നോട് എന്തോ ഒരു സെന്റിമെന്റ്സ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ വെറും തോന്നലാകാം, പക്ഷെ നിന്റെ കാര്യത്തിൽ അവൾക്ക് ഓവർ തിങ്കിങ് കുറച്ച് കൂടുതലുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബദ്രി അതൊരു ചിരിയോടെ തള്ളിക്കളയാൻ ശ്രമിച്ചു. ഒന്ന് പോടാ, നിനക്ക് തോന്നിയതാവും. അങ്ങനെയൊന്നുമില്ലടാ. ഓ, നിനക്ക് ആ ടൈപ്പ് പെൺകുട്ടികളെയാണല്ലോ കൂടുതൽ ഇഷ്ടം. അത് ഞാൻ അങ്ങ് മറന്നു. അജു ഒരു കള്ളച്ചിരിയോടെ അവനെ ഒന്ന് കളിയാക്കി. എന്നിട്ട് ഗൗരവത്തിൽ ചോദിച്ചു, എന്താ ബദ്രി, ഞാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ബദ്രി അവനെ നോക്കി കണ്ണുരുട്ടി. അയ്യേ, ഒന്ന് പോടാ, നമ്മൾ വെറും ഫ്രണ്ട്സ് അല്ലേടാ. അത് നമുക്ക്, പക്ഷെ അവൾക്ക് അങ്ങനെയല്ലല്ലോ. അവളുടെ ആ നോട്ടം അത്ര ശരിയല്ലാത്തതുപോലെ ഒരു തോന്നൽ. അജു തൻ്റെ സംശയം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. നിനക്ക് അങ്ങനെ പലതും തോന്നും അജു, നീ ഒന്ന് പോയേ. ബദ്രി വിഷയം മാറ്റാനായി എഴുന്നേറ്റു. അന്ന് രാത്രി കിടന്നിട്ട് മിയക്ക് ഒട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ബദ്രി തന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന ആ തോന്നൽ അവളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അവൾ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ആലോചിച്ചു. എൻ്റെ പ്രണയം ബദ്രിയോട് ഇപ്പോൾ തന്നെ തുറന്നു പറഞ്ഞാലോ? അവനത് അക്സെപ്റ്റ് ചെയ്യുമോ? എന്തായാലും ഇപ്പോൾ വേണ്ട. അവൻ നാട്ടിൽ പോവാനിരിക്കല്ലേ, അവൻ പോയി വരട്ടെ, അതിനുശേഷം പറയാം. സത്യത്തിൽ മിയക്ക് ബദ്രിയോട് അടങ്ങാത്ത പ്രണയമാണ്. പക്ഷെ അവൾ അത് ഇതുവരെ അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല. മിയയുടെ സ്വഭാവം ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക തരമാണ്. തനിക്കിഷ്ടപ്പെട്ട ആണുങ്ങളെ പ്രണയം നടിച്ച് വശത്താക്കി അവരെ കൊണ്ട് തൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തിച്ച് മടുക്കുമ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് അവരെ ഒഴിവാക്കി അടുത്തയാളെ തേടി പോവുക. ഇതായിരുന്നു അവളുടെ രീതി. ഇപ്പോൾ അവളുടെ കണ്ണ് ബദ്രിയിലാണ്. അവനെ തൻ്റെ വലയിലാക്കാനുള്ള പ്രണയതന്ത്രങ്ങൾ അവൾ ഉള്ളിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അവളുടെ ഈ തനി സ്വരൂപം അജുവിനോ ബദ്രിക്കോ അറിയില്ലായിരുന്നു. പുറമേക്ക് അവൾ ഇപ്പോഴും അവർക്ക് നല്ലൊരു സുഹൃത്ത് മാത്രമാണ്.